അപ്പോൾ മക്കളെ എക്സാം ഇങ്ങെത്തി, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓപ്പൺ ന്യൂ പ്രസൻറ്റേഷൻ ഫയൽ ആൻഡ് പെർഫോം ഫോർ ദ ഫോളോയിങ് ആക്ടിവിറ്റി. പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് താഴെ തന്നിട്ടുള്ള ആക്ടിവിറ്റി പെർഫോം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആദ്യം എന്ത് വേണം? പ്രൊട്ടക്റ്റ് അവർ എൻവിറോൺമെൻറ്റ് എന്നുള്ളൊരു മാറ്റർ ടൈപ്പ് ചെയ്യണം. അതിനെ ബോൾഡിലോട്ട് മാറ്റണം. അതിൻ്റെ സൈസ് 16 ആക്കി മാറ്റണം. പിന്നെ ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യണം. ആ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡിൻ്റെ കണ്ടൻറ്റ് പ്ലാന്റ് മോർ ട്രീസ് എന്ന് മാറ്റി കൊടുക്കണം. എന്നിട്ട് ഫയൽ സേവ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനുള്ള സ്റ്റെപ്പ് ആപ്ലിക്കേഷൻ, ഓഫീസ്, ലിബ്രെ ഓഫീസ്, ഇംപ്രസ്. അത്രയും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിബ്രെ ഓഫീസ് ഇംപ്രസ് ഓപ്പൺ ചെയ്ത് വരും. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും. അതായത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറേ സ്ട്രക്ചേഴ്സ് നമുക്കവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളോട് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ആക്ടിവിറ്റി, അതായത് ടൈറ്റിൽ കൊടുക്കുക, പ്രൊട്ടക്റ്റ് അവർ എൻവിറോൺമെൻറ്റ്. ഇത് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളതിനെ സെലക്ട് ചെയ്ത് അതിനെ നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്യുകയാണ്. ഹൈലൈറ്റ് ചെയ്യാൻ നമ്മളതിനെ ബോൾഡിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ദെൻ അതിൻ്റെ സൈസ് നമുക്ക് 16 ആക്കി മാറ്റണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ടൈപ്പ് ചെയ്ത ടൈറ്റിലിനെ സെലക്ട് ചെയ്യുക. ഓക്കെ, മൗസ് ഒന്ന് ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ആ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് Ctrl+A യൂസ് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് അതിനെ സെലക്ട് ചെയ്യുക. ഫോർമാറ്റിൽ പോവുക, ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റിൽ ബോൾഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ആ ഓപ്ഷൻ സെലക്ട് ആക്കുക. ടെക്സ്റ്റിൽ ബോൾഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൈറ്റിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വരും. ദാറ്റ് മീൻസ് ഒന്ന് കട്ടി കൂടി വരും, ബോൾഡാക്കി വരും. ദെൻ അടുത്തത് എന്താണ്? നമ്മളതിൻ്റെ സൈസിനെ മാറ്റി കൊടുക്കുകയാണ്. സൈസിന് നമ്മളോട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 16 സൈസിലോട്ട് മാറ്റണം, 16 PT മാറ്റണം. ഓക്കെ, അതായത് ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഫോർമാറ്റിൽ പോവുക, ക്യാരക്ടർ സെലക്ട് ചെയ്യുക. ക്യാരക്ടറിൻ്റെ ഉള്ളിൽ ഫോണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അതിൽ നിന്ന് ഫോണ്ട് സൈസ് എന്നുള്ളൊരു മറ്റൊരു ടാബ് കാണും. ആ ടാബിൽ ക്ലിക്ക് ചെയ്യുക. നമ്മളോട് ക്വസ്റ്റ്യനിൽ എത്രയാണോ സൈസ് പറഞ്ഞിട്ടുള്ളത് ആ സൈസ് സെലക്ട് ചെയ്യുക, ഓക്കെ അടിക്കുക. അപ്പോൾ നമുക്കതിൻ്റെ ചേഞ്ചസ് നമുക്ക് നമ്മുടെ ടൈറ്റിൽ കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ സൈസ് സെലക്ട് ചെയ്തു. ഇപ്പോൾ നമുക്കതിൻ്റെ സൈസ് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ 2 A പാർട്ടും B പാർട്ടും ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യനാണ് ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്യണം. അതായത് നമ്മുടെ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറിലോട്ട്, ദാറ്റ് മീൻസ് ലിബ്രെ ഓഫീസ് ഇംപ്രസ് സോഫ്റ്റ്വെയറിലോട്ട് ഒരു ഇമേജിനെ കൊണ്ടുവരണം. ഇമേജിനെ കൊണ്ടുവരാനുള്ള സ്റ്റെപ്പ് ഇൻസേർട്ടിൽ ഇമേജ്, ഇൻസേർട്ട് പോവുക, ഇമേജ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോൾഡർ ഓപ്പൺ ചെയ്ത് വരും. ആ ഫോൾഡറിൽ എവിടെയാണോ നമ്മളെ ഇമേജ് കിടക്കുന്നത് ആ ഇമേജ് പോയി സെലക്ട് ചെയ്യുക, ഓപ്പൺ ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിൻഡോയിലോട്ട് ഇമേജിന് വരും. പിന്നെ നമ്മളതിനെ റീസൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ 3 ആക്ടിവിറ്റി ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ബോൾഡിലോട്ട് കൺവേർട്ട് ചെയ്തു, മാറ്റർ ടൈപ്പ് ചെയ്തു, ദാറ്റ് മീൻസ് ഹെഡിങ് ടൈപ്പ് ചെയ്തു, അതിൻ്റെ സൈസ് മാറ്റി, ദെൻ പിക്ചർ ഇൻസേർട്ട് ചെയ്തു. ഇനി നമ്മളോട് അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ സ്ലൈഡിൻ്റെ ടൈറ്റിൽ നമ്മൾ ചേഞ്ച് ആക്കണം. ദാറ്റ് മീൻസ് പ്ലാന്റ് മോർ ട്രീസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാൻ സ്ലൈഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. മെനു ബാറിൽ സ്ലൈഡ്, അതിൽ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് എന്നുള്ളൊരു ടാബ് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്താൽ നമുക്കതിൻ്റെ സ്ലൈഡ് വ്യൂ ചെയ്യാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾക്ക് സ്ലൈഡ് പെയിനിൽ, ദാറ്റ് മീൻസ് ലെഫ്റ്റ് സൈഡിൽ ഒരു സ്ലൈഡിൻ്റെ ഒരു സെക്ഷൻ കാണും. അവിടെ ആ സ്ലൈഡിൽ മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. ഓക്കെ, അങ്ങനെയും ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് സ്ലൈഡ് പെയിൻ അവിടെ, ദാറ്റ് മീൻസ് ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡിൻ്റെ വിൻഡോ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മെനു ബാറിൽ വ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ സ്ലൈഡ് പെയിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്ലൈഡുകളെ അവിടെ സെറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ,
ദെൻ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ആ സ്ലൈഡിൻ്റെ കണ്ടൻറ്റ്, ദാറ്റ് മീൻസ് അതിൻ്റെ ടൈറ്റിൽ ചേഞ്ച് ചെയ്യുക, പ്ലാന്റ് മോർ ട്രീസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ഫൈനലി നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് വീഡിയോസ് ഇൻസേർട്ട് ചെയ്യാൻ. ജസ്റ്റ് സാധാ നമ്മൾ ഇമേജ് ഇൻസേർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇൻസേർട്ടിൽ പോവുക, ഓഡിയോ ആൻഡ് വീഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. നമ്മുടെ സിസ്റ്റത്തിൽ വീഡിയോസ് ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും പെർഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഫൈനലി നമ്മൾ ഇതിനെ സേവ് ചെയ്യണം. ഫയലിൽ പോവുക, സേവ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യുക, Ctrl+S. അപ്പം ഇങ്ങനെയാണ് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് പബ്ലിക് എക്സാമിന് വരുന്നൊരു ക്വസ്റ്റ്യനാണിത്. പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ആക്ടിവിറ്റി പെർഫോം ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.